വെൽക്കം ബാക്ക് ടു ചിന്നോസ് ചെറി പിക്സ്. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ പഴുത്ത് കറുത്ത് പോകുമ്പോൾ നമ്മളൊക്കെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക എടുത്ത് കളയാറില്ലേ? അപ്പോൾ അങ്ങനെ കളയാതെ വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ആരും കറുത്ത് പോയ ഏത്തപ്പഴം എടുത്ത് കളയാതിരിക്കുക. അതുപോലെ തന്നെ അപ്പം നമുക്ക് ടൈമില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഞാനിത് രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടപ്പം അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിലോട്ട് നമുക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഏത്തക്ക നല്ല പഴുത്തതായിരുന്നു, അപ്പം നല്ല മധുരമുണ്ട് അതിന്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇതിലോട്ട് ഞാൻ ഉരുക്കിയ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ ഇല്ല, ഒരു 3/4 ടേബിൾ സ്പൂണോളം മതി. ഇനി നമുക്കിത് കൈ വെച്ച് ഇങ്ങനെയൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. ഈ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഞെവിടി ഏത്തക്കയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുക. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. റവ എടുത്ത അതേ അളവ് കപ്പിൽ തന്നെയാണ് പാലും എടുത്തിരിക്കുന്നത്. ഈ പാലിലോട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ്, ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, നല്ല ടേസ്റ്റുമാണ്. നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റവ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പാലത് നല്ലപോലെ പിടിച്ചെടുത്തിട്ട് നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു മാവ് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും ലൂസ് അല്ലാതെ സ്പൂണിൽ നിന്ന് പോലും താഴോട്ട് ആ മാവ് വീഴരുത്. അങ്ങനെ നല്ല കട്ടിയുള്ള ഒരു മാവ് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ മാവ് ലൂസാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. റവയൊന്ന് ഈർപ്പം പിടിക്കാനായിട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് പോലെ ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്പൂൺ വെച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിന്നിപ്പം ഒരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് ഇത് മാറ്റുവാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. വളരെ നീറ്റായിട്ട് നമുക്ക് കയ്യിലൊന്നും ആവാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതൊരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് മാറ്റിയത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് സൈഡിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരുപാട് വലിയ ഹോൾ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ഒരു ഇത്തിരി മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ലോയിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഒരു മിനിറ്റ് പോലും ഇത് എടുക്കില്ല. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വെക്കുക. ഒരു മീഡിയം ലോയിൽ മാത്രം വെച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനൊരു കത്രിക വെച്ച് ഇതുപോലെ ഇത് കട്ട് ചെയ്തിടുവാണ്. നമുക്കിഷ്ടമുള്ള ലെങ്തിൽ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാൽ പല ഷേപ്പിൽ നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിലൊക്കെ കിട്ടും, നല്ല വീർത്തിട്ട്. അതുപോലെ എണ്ണ ഡീപ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല റൗണ്ടിൽ നല്ല വീർത്ത് വരും. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് താഴെ മുട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരാത്തത്. അല്ലെങ്കിൽ നല്ല സിലിണ്ടർ പോലെ ഇതിങ്ങനെ വീർത്ത് വരാറുണ്ട്. ലാസ്റ്റിൽ ഞാനിത് നല്ല മുറിച്ച് കാണിക്കാം ഉള്ളെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നല്ല ടെക്സ്ചറിലാണ് ഇരിക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്കിങ്ങനെ നിർത്താൻ തോന്നുന്നില്ല, ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. നല്ല സോഫ്റ്റാണ്. ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിലാണ് ടേസ്റ്റ് വരുന്നതെങ്കിലും കുറച്ചുകൂടെ ഒരു രസമാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു ചെറിയ ചൂടോടുകൂടി ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനതൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഷേപ്പിൽ, അല്ലെങ്കിൽ റൗണ്ടിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് ടെക്സ്ചറിൽ അധികം എണ്ണയൊന്നും പിടിക്കാതെ നമ്മൾ കുറിച്ചുകൊണ്ടേയിരിക്കും. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു കുഴപ്പം. നമുക്ക് നിർത്താൻ തോന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല കടിക്കുമ്പോൾ ആ ഒരു തേങ്ങയുടെയും എള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. നല്ല മധുരമുള്ള ഏത്തപ്പഴമാണല്ലോ ഇങ്ങനെ പഴുത്തങ്ങ് കറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.